നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷയാം ദൈവമായി നാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്നെ ജീവനെ പോലും വെച്ചു കൊടുക്കുന്ന സ്വഭാവത്തിന് മാറ്റമില്ലാത്ത നീ കർത്താവ് ക്രൂശിൽ പ്രദർശിപ്പിച്ചു. അതിനാൽ നേടിയ കർത്താവെ, സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും കർത്താവെ, നീ നിന്റെ പിതാവ് ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നേടിയവരുടെ കൂട്ടത്തിൽ ഏഴകളായും കർത്താവെ കൂട്ടുവാൻ നിനക്ക് കൃപ തോന്നിയല്ലോ. അത് മാത്രമേ ഒരു മെറിറ്റുള്ള കർത്താവെ, മറ്റൊരു മെറിറ്റ് ഞങ്ങൾക്ക് പറയാനില്ല. തിരുസന്നിധിയിലേക്ക് അതേ കർത്താവ്, നിന്റെ ദേഹം എന്ന തിരശ്ശയിൽ കൂടെ നീ ചിന്തിയ പുതുവഴിയിൽ കൂടെ ആ കൃപാസനത്തിലേക്ക് അടുത്തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ വലിയ പദവി ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവ്. അനേക വിശുദ്ധന്മാർ കർത്താവെ വളരെ ആഗ്രഹത്തോടുകൂടെ കാക്ഷിച്ചിരുന്ന ഉന്നത പദവി അവർക്ക് കർത്താവ് ലഭിച്ചില്ല എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി. പലപ്പോഴും ഞങ്ങൾ അതിൻ്റെ ഔന്നിത്യം, അതിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാതെ പലപ്പോഴും ഞങ്ങൾ നിസ്സാരമാക്കി കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളോട് കർത്താവ് നിൻ്റെ കൃപയാൽ പുറത്ത് നിൻ്റെ രക്തത്താൽ കഴിയും ഒരിക്കൽ കൂടി ഞങ്ങളോട് സംസാരിപ്പാനും നിന്നോട് സദൃശ്യന്മാരാക്കി തീർത്തുകൊണ്ട് നിന്നോടുകൂടെ കർത്താവ് സ്വർഗീയ സിംഹാസനത്തിൽ കർത്താവ് ഇവിടെ വെച്ചും നിന്നോടുകൂടെ വാഴുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കുന്ന ഈ ശുശ്രൂഷയ്ക്കായിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നീ പണിതെടുത്താട്ടെ കർത്താവ്. ഞങ്ങളെ അവരെയും കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആദ്യനും അന്തിനുമായി നിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുകയാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, വചനങ്ങളെ പൊരുകളെ വെളിപ്പെടുത്തി വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ ബുദ്ധികളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ഇപ്പോൾ കടന്നു ചെല്ലുന്നതും യൂട്യൂബിൽ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെ കർത്താവ് നീ പരിച്ഛേദന ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെ അവരെയും സ്വാഗതം ചെയ്യുകയാണ്. യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് അവൻ്റെ വരവിനായിട്ട് തന്നോട് സദൃശ്യന്മാരായി ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനങ്ങളെയും തന്നെയും വെളിപ്പെടുത്തുമ്പോൾ അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് അവസരങ്ങൾ പാഴാക്കാതെ അത് കൈക്കൊള്ളുവാൻ അവനെ തന്നെ കൈക്കൊള്ളാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അല്ലല്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദാസുകളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമായിട്ടുള്ള സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആമേൻ. ലേഖനങ്ങളെ പഠിക്കുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവും അവൻ്റെ ശരീരമായിട്ടുള്ള സഭയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, എത്ര ആഴത്തിലാണ്, ആമേൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. അതിന് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊച്ചു ക്ലാസ്സുകളിൽ കൂടി ചിന്തിച്ചു. അതിനുശേഷം നമ്മൾ പഴയ നിയമം പുതിയ നിയമമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. ആരെങ്കിലും ആദ്യമായിട്ട് യൂട്യൂബിൽ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒന്നാമത്തെ എപ്പിസോഡ് കുറിച്ച് കാണുക. ഇത് 7th ഡേ ആണെങ്കിലും ക്ലാസ് 5th ക്ലാസ് ആണ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തീം മനസ്സിലാവുകയും ഒരു ബുദ്ധിയുടെ പ്രമാണമല്ല, കുറേ അറിവ് സമ്പാദിക്കുവാനല്ല, നിങ്ങൾക്ക് തന്നെ എന്താണ് ഈ ലേഖനം കൊണ്ട് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതും അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുന്നതും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതും അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്നും നമ്മളെ മനസ്സിലാക്കി തരാൻ നമുക്ക് സഹായിക്കും. അതിനുശേഷം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ക്രിസ്തു ചർച്ചിന് വേണ്ടി ആരാണ്, ഹൂ ഈസ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന വിഷയമാണ്. അതിനകത്ത് നമ്മൾ ക്രിസ്തു തന്നെ സഭയുടെ തലയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. പലർക്കും തെറ്റിദ്ധാരണയുള്ളൊരു വിഷയമാണ് രക്ഷ നടക്കുന്നതിനെക്കുറിച്ച്. ഇന്ന് അനേക ഉപദേശങ്ങൾ, വ്യാജമായ ഉപദേശങ്ങൾ ഇന്ന് വിശ്വാസഗോളത്തിലുണ്ട്. ക്രിസ്ത്യണ്ടത്തിൽ എപ്പിസ്കോപ്പൽ സഭകളിലോ മറ്റ് പട്ടത്ത സഭകളിലെ വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ പച്ചയായിട്ട് പറഞ്ഞാൽ പെന്തിക്കോസ്ത് ഗോളത്തിൽ തന്നെ ആയിരക്കണക്കിന് ഉപദേശങ്ങളാണുള്ളത്. ഇതെല്ലാം ഒന്നൊന്നായിട്ട് ചെയ്യുന്നിടത്തോട് അത് തെറ്റിന്ന കാരണം കൊണ്ട് തെറ്റുന്ന പറയുന്നതിനേക്കാളും ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത്, വളരെ ലളിതമായ ഭാഷയിൽ ഈ എഴുതിയിരിക്കുന്ന 7 കാര്യങ്ങൾ, അതായത് ഒന്നാമത്തെ വിഷയം പ്രായശ്ചിത്തം, നമ്മളതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത്തെ കാര്യമാണ് റിപ്പൻറ്റൻസ്.
ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനൻ്റാണ്, ഒരു ഉടമ്പടിയാണ്. അതിന്ന് പിതാവ് ആവശ്യപ്പെടുന്നത് വീണുപോയ ആദാമിൻ്റെ സന്തതികളായിരിക്കുന്ന ഈ മാനവകുലത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുപ്പാൻ ആവശ്യമായ പ്രായശ്ചിത്തം നടത്തി അവരെ താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധന്മാരാക്കി തൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. ഈ ഒരു ഡ്യൂട്ടിയാണ്, ഈ ഒരു ഓതറൈസേഷനാണ് ക്രിസ്തുവിൻ്റെ മേലുള്ളത്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അടുത്തൊരു കാര്യം, അത് പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിൽ ഉടമ്പടി നടന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് മരിച്ചവരായിരുന്നു ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് പൂർണ്ണമായിട്ടും ഡിവൈൻ ഗവൺമെൻറ്റിന് ദൈവിക നീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം, ആ സാക്രിഫൈസ്, പകരക്കാരനായിട്ടുള്ള ആ സാക്രിഫൈസ്, ആ യാഗം അക്സെപ്റ്റഡ് ആണ് എന്ന് തെളിയിച്ചു. അവൻ മരിച്ചവിടെ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ അത് സ്ഥാപിക്കാൻ സാധ്യമല്ല. റോമാലേഖനം 1:5 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിജമായിട്ട് തെളിയിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ആ ഒരു പാർട്ട്, അതിനകത്ത് നമുക്ക് പ്രത്യേക പാട്ടൊന്നുമില്ല. നാം വീണ്ടെടുക്കപ്പെടേണ്ട മനുഷ്യരാണ്. ആ പാർട്ട് ഫുൾഫില്ലായി എന്ന് കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം സ്ഥിരീകരിച്ചു. എന്നിട്ട് ഓപ്പണായിട്ട് വെച്ചിരിക്കുകയാണ്, whoever believe in him, അവനിൽ ആര് വിശ്വസിക്കുന്നോ അവന് സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടാം. നീതീകരിക്കപ്പെടാം എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധനായ ദൈവത്തിന്റെ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ തന്നോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം ദൈവം ഡിക്ലെയർ ചെയ്യാണ് ഈ മനുഷ്യൻ നീതിമാൻ. ഇവിടെ തുടങ്ങിയാണ് സഭകളിലും അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിലും അനേക ഭിന്നതകൾ വന്നിരിക്കുന്നത്. മിക്കവാറും ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രപരമായ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, യെസ് അവൻ ദൈവമായിരുന്നു, അവനാണ് സാരം സൃഷ്ടിച്ചത്, അവൻ മനുഷ്യനായിട്ട് അവതരിച്ചു, പാപത്തിന് പരിഹാരമായിക്കൊണ്ട് അവൻ ശിക്ഷ അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവൻ തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ വീണ്ടും വരും എന്നൊരു കാര്യം. ഇത് ചരിത്രപരമായ വിശ്വാസമാണത് ശരി തന്നെയാണ്. പക്ഷേ അത് രക്ഷിക്കുന്ന വിശ്വാസമല്ല, അതൊരു ഇന്റലക്ച്വൽ ഫെയ്ത്ത്, ബുദ്ധിപരമായിട്ടുള്ള ഒരു അറിവിലുള്ള വിശ്വാസമാണ്. ആ അറിവിൽ കൂടെ വിശ്വാസത്തിൽ നാം ആരാണെന്നും, നാം ഏദൻ തോട്ടം തുടങ്ങി ആദാമിൽ നാം ഉണ്ടായിരുന്നുവെന്നും, നാം എല്ലാവരും പാപികളാണെന്നും പാപത്തിന്റെ അടിമകളാണെന്നും, ആ പാപം നമ്മെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെയും ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നാം എല്ലാവരും അടിമകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഏക പരിഹാരമായി ദൈവം ഒരുക്കിയ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായി തീരുക എന്നുള്ളതാണ് ദൈവവചനം ബൈബിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുക. അതിനാവശ്യമായിട്ട് ഒന്നാമത്തെ ഘടകമാണ് റിപ്പൻറ്റൻസ്. ഏദൻ തോട്ടം ആദാം തുടങ്ങി അല്ലെങ്കിൽ ഹവ്വ തുടങ്ങി മനുഷ്യന്റെ ഫ്രീ വില്ലിന്റെ, സ്വതന്ത്ര മനസ്സിന്റെ ഉടമകളാണ് മനുഷ്യര്. ആ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ്, സ്വയിച്ഛയുടെ നിർവഹണമാണ്. എന്നാൽ അതിൽ നിന്നും മാറിയിട്ട് ദൈവത്തിന്റെ ഹിതം മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് വരുന്നതിനെയാണ് ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. താൽക്കാലിക നമ്മുടെ കാര്യങ്ങളിൽ ക്ഷണികമായിട്ട് ഒരു തെറ്റ് ചെയ്തു അതിന് ഏറ്റവും സോറി എന്ന് പറയുന്ന ഒരു കാര്യമല്ല റിപ്പൻറ്റൻസ്. ഇത് ആരിൽ നടന്നിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളിൽ കൂടെ നമ്മളിൽ സെൽഫിന്റെ ഇൻട്രസ്റ്റ് ആണോ നടക്കുന്നത്, അതിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണോ നടക്കുന്നത്, ഓരോ പ്രശ്നങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ റിപ്പൻറ്റ് ചെയ്യുക. ലോർഡ്, ഇതെനിക്കിനി വേണ്ട, ഇതെന്റെ എന്റെ ഇഷ്ടം നടക്കുവാനാണ് ഞാൻ നിർബന്ധിക്കുന്നത്, അതല്ല നിന്റെ ഹിതം ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരുക, ഞാൻ കർത്താവ് എനിക്കത് മതി. ഇതാണ് ഗെത്സമനെ തോട്ടത്തിൽ യേശു ക്രിസ്തു അവതരിപ്പിച്ചത്. പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. അവിടെ ഫുൾ സബ്മിഷനാണ്. എന്താ? മാനവജാതിയുടെ മേൽ വരേണ്ട ദൈവക്രോധം എന്ന പാനപാത്രം മുഴുവനുമായിട്ട് കുടിക്കുവാൻ തക്കവണ്ണം, അതേപോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ള എറ്റേണൽ സെപ്പറേഷൻ, അത് അല്പസമയത്തേക്ക് നാം നിത്യ യുഗങ്ങൾ, കോടിക്കോടി മനുഷ്യർ നിത്യ യുഗങ്ങൾ ദൈവത്തിൽ നിന്ന് എറ്റേണലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിത്യ നരകത്തിൽ വെന്തരുന്നതിനേക്കാൾ തന്റെ പുത്രൻ അല്പസമയം പാതാളത്തിൽ വെന്തരുന്നത് നല്ലതെന്ന് കണ്ട ദൈവ സ്നേഹത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ദൈവം അല്പസമയത്തേക്ക് അവനെ കൈവിട്ടു. 16 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നത് പോലെ നിന്റെ പരിശുദ്ധനെ ദ്രവത്തെ കാണാൻ സമ്മതിക്കുകയില്ല, പാതാളത്തിൽ കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ അബാൻഡൻ ചെയ്യുകയില്ല, എന്നേക്കുമായിട്ട് കൈവിടുകയില്ല. എന്നാലും അല്പസമയത്തേക്ക് കൈവിട്ടു.
അപ്പോഴാണ് ക്രൂശിൽ നിന്ന് നിലവിളി കേൾക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഇത് ദാവീദ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് 22-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്. ഇത് വെറുതെ പരിശുദ്ധാത്മാവ് ചൊല്ലിക്കൊടുത്തിട്ട് പറയുന്ന കാര്യമല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും എക്സ്പീരിയൻസ് ചെയ്യണം. ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്യണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോളജും അതിലുള്ള വിശ്വാസം, ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ്. അത് നമ്മൾ രക്ഷിക്കുകയില്ല. ക്രിസ്തു ഒരു വ്യക്തിയാണ്. നമ്മുടെ മനുഷ്യ ഭാഷയിൽ പറഞ്ഞ ഇസ് എ പേഴ്സൺ, എ ലിവിങ് പേഴ്സൺ. അവന് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവനുമായിട്ട് നമ്മൾ ഡിവൈൻ ഗവൺമെന്റിന്റെ ലോക്ക് ഒബീഡിയൻസിൽ വരണം. അവർക്ക് മാത്രമേ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിപ്പൻറ്റൻസിനെ കുറിച്ച് ഞാൻ ലളിതമായിട്ട് പറഞ്ഞ ആ സമയത്ത് അടുത്ത കാര്യമാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഹിസ്റ്റോറിക്കൽ നോളജിൽ ഫെയ്ത്ത് അല്ല, അവനെ സ്വീകരിച്ച് നമ്മളൊരു കാര്യം, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയും. നമ്മൾ ആരെങ്കിലും തിരക്കൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരാൾ നമ്മൾ ഫോണിൽ വിളിച്ചു, ആൾ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറയുമ്പോൾ നാം ആ വാക്കുകൾ വിശ്വസിച്ച് ആ വ്യക്തി പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ആ വ്യക്തി നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടില്ലായിരിക്കും. ആ വ്യക്തി പറഞ്ഞ അടയാളങ്ങളോ ഡ്രസ്സിന്റെ കളറോ അല്ലെങ്കിൽ വാഹനത്തിന്റെ കളറോ അല്ലെങ്കിൽ നമ്പർ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ പോകുന്നു. നമ്മൾ അവിടെ എത്തിച്ചേർന്ന് ആ വ്യക്തിയെ കണ്ട് പറഞ്ഞ ഐഡന്റിറ്റികളും അല്ല അതിന്റെ എവിഡൻസുകളും പ്രൂഫ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നാം വിശ്വസിക്കുന്നു. അതുവരെ വിശ്വാസമായി പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങിത്തിരിച്ചു. ആ തന്ന അടയാളങ്ങൾ അത് പ്രൂഫായി കഴിഞ്ഞപ്പോൾ നാം ആൾ വിശ്വസിച്ചു. ഇതേപോലെ തന്നെയാണ് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. അവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സെൽഫിൽ നിന്ന് നമ്മൾ ഡിനായ് ചെയ്തുകൊണ്ട് അത് ക്രൂശിച്ച് അതിന് വെട്ടുകളഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവൻ പാപമോചകനാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം, അവൻ സർവശക്തനാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ നിത്യനായ ദൈവമാണ്. അങ്ങനെ നൂറുകണക്കിനുള്ള അവന്റെ ഓഫീസുകളുണ്ട്, പ്രവർത്തികളുണ്ട്. ഈ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് നാം പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തോളം അതൊരു നോളജ് മാത്രമാണ്. പരീക്ഷ സമയത്ത് ഒരു ഫലം കാണുകയില്ല. ക്രിസ്തുവിനെ നാം രക്ഷിതമായി സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ വാഴപ്പോഴല്ലേ നമുക്ക് പാപത്തിൽ നിന്ന് അതുവരെ നാം എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന പാപത്തെ നമ്മൾ വെറുക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ സ്വീകരിച്ചു. അവൻ പാപത്തിൽ എന്റർടൈൻ ചെയ്തവനല്ല. പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. ഇത് മിക്കവാറും വിശ്വാസികൾക്ക് ഈ ക്രിസ്തുവിനുള്ള വിശ്വാസം എന്താണെന്ന് അറിയുന്നില്ല. അറിഞ്ഞില്ലെങ്കിൽ രക്ഷ നടക്കുകയില്ല. നിങ്ങൾ എങ്ങനെയാണ് പാപമോചനം ലഭിച്ചത്? എങ്ങനെയാണ് ഇത്ര നാളും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന പാപത്തിൽ എന്റർടൈൻ ചെയ്തിരുന്ന ആ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വെറുപ്പായിട്ട് തോന്നാൻ കാരണം എന്താ? നിങ്ങൾ അപ്പോൾ നടക്കുന്ന വീണ്ടും ജന്മം പ്രാപിച്ചു. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ പാപത്തിൽ രസിക്കുന്നവനല്ല. ആ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നടക്കുന്നതാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനായി തീരുകയാണ്. അതാണ് നമ്മൾ സ്നാനത്തെ സിഗ്നിഫൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ മരിച്ചു, കണ്ട് അടക്കപ്പെടുകയാണ്. ഇനിയുള്ള ജീവിതം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അവനുമായിട്ടുള്ള ബന്ധത്തിൽ പുനരുദ്ധാര ശക്തിയോടുകൂടി ആയിരിക്കും എൻ്റെ ജീവിതം. ഇത് മിക്കവാറും വിശ്വാസികളിൽ വെളിപ്പെടാത്തത് കൊണ്ട് മറ്റു മതസ്ഥർ ചോദിക്കുകയാണ്, നിനക്കും എനിക്ക് തമ്മിലെ വ്യത്യാസം എന്താ? ക്രിസ്തുവിനൊരു വെളിച്ചം ലൈറ്റായി തീരുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലൈറ്റായി തീരുന്നില്ല. പുനരുദ്ധാര ശക്തി വെളിപ്പെടുന്നില്ല. കാരണം എന്താ? അവൻ ഇപ്പോൾ സെൽഫിലാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാപ്രയം പ്രാപിച്ചു. പക്ഷെ ശരിയായ ഉപദേശം ലഭിക്കാത്തത് കൊണ്ട് സെൽഫിന്റെ ഡിസയറിൽ എന്റർടൈൻ ചെയ്ത് പോവുക. ഒരുപക്ഷെ കുറെ മോറൽ സിൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ക്രിസ്തു തന്റെ സിംഹാസനം നമ്മുടെ സെൽഫുമായിട്ട് ഷെയർ ചെയ്യുന്നവനല്ല. 50% സെൽഫ് ഡിസൈസും 50% ക്രിസ്തുവും. 99% ക്രിസ്തുവും 1% സെൽഫുമായിട്ട് നമ്മുടെ തന്റെ സിംഹാസനം നമ്മുടെ ഹൃദയമാണ്. അത് ഷെയർ ചെയ്തവനല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദീർഘക്ഷമയോടെ നമ്മളിലുള്ള സെൽഫിനെ നമുക്ക് ഡിസയറുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ലോർഡ്, അയ്യോ ഞാൻ പാപി, പ്ലീസ് ഫോർഗിവ് മീ, എനിക്കിത് വേണ്ട, നീ എനിവാണ്. ക്രിസ്തുവിൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടുവാനില്ല. നമ്മുടെ ഈ ക്ഷണികമായ ജീവിതം, ശരീരത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്പ നിമിഷങ്ങൾ മാത്രമേ, ഒരു വെള്ളത്തിന്റെ കുമള പോലെ മാത്രമേ ഉള്ളൂ. അതിനോട് നമുക്ക് വരുവാൻ ലഭിക്കാൻ പോകുന്ന നിത്യയുഗങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വെള്ളത്തിന്റെ കുമിള മാത്രം പോലെയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ നോളജിലല്ല, നമ്മുടെ പേഴ്സണൽ റിലേഷൻ.
അപ്പൊ നമ്മളെ വലം കൈ പിടിച്ച് നടത്താൻ മതിയാനാണ്. ഒരു കൊച്ചു കുഞ്ഞ്, 1 വയസ്സുള്ള കുഞ്ഞ് പാരന്റ്സിന്റെ കൈ പിടിച്ച് നടക്കുന്നത് പോലെ. ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പാണ് സാങ്ക്ടിഫിക്കേഷൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് സാമാന്യമായതിൽ നിന്ന് വിശുദ്ധമാക്കുക. സാമാന്യമായതിന് വിശുദ്ധമായതും തമ്മിൽ വേർതിരിക്കുവാനാണ് സുവിശേഷം തരുന്നത്. അപ്പൊ സാമാന്യമായ വിശ്വാസ ജീവിതമുണ്ട്, സാമാന്യമായ എപ്പിക്സോസ് സഭകളുണ്ട്, സാമാന്യമായിട്ടുള്ള അതര മതസ്ഥരുണ്ട്. അതിൽ നിന്നൊക്കെയും സെപ്പറേറ്റ് ആകുവാനാണ് സുവിശേഷം നമുക്ക് തരുന്നത്. പുരോഹിതന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷന്മാരുടെ ഡ്യൂട്ടിയാണ് സാമാന്യമായതിനെയും വിശുദ്ധനുമായും തമ്മിൽ വേർതിരിക്കുക. നമ്മുടെ മലയാള ഭാഷ അല്ലെങ്കിൽ ഹ്യൂമൻ ലാംഗ്വേജിൽ വിശുദ്ധം എന്നതിന് ഓപ്പോസിറ്റ് അശുദ്ധി എന്നാണ്, അല്ലെങ്കിൽ വിശുദ്ധൻ എന്നതിന് അശുദ്ധൻ എന്നാണ്. എങ്കിൽ ബൈബിളിക്കൽ ലാംഗ്വേജിൽ വിശുദ്ധൻ എന്ന് പറഞ്ഞ അശുദ്ധൻ എന്നല്ല, സാമാന്യമായത്. വിശുദ്ധമായത് അതിന് ഓപ്പോസിറ്റ് സാമാന്യമായത്. അപ്പൊ സാമാന്യമായ ആരാധനകളാണോ, സാമാന്യമായ ശുശ്രൂഷകളാണോ, സാമാന്യമായ സുവിശേഷമാണോ നിങ്ങൾ കേട്ട് വിശ്വസിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നോളജിലാണ് വിശ്വസിച്ചിരിക്കുന്നത്, ലീവ് ദാറ്റ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷകന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നവർക്കൊക്കെ ദുഃഖിക്കാം, പറഞ്ഞ് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഒരു പക്ഷെ അവർക്കിത് മനസ്സിലായിട്ടില്ല. ഇത് നമ്മുടെ പ്രാണന്റെയും ആത്മാവിന്റെ രക്ഷയുടെ വിഷയമാണ്. ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താനെ ആദ്യം ത്യജിക്കുക, നാൾത്തോർ ക്രൂശ് എടുക്കാൻ എന്നെ അനുഗമിക്കുക. എന്നേക്കാൾ അധികമായിട്ട് അപ്പനെ, അമ്മയെ, ഭാര്യ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ തന്നെ തന്നെ സ്നേഹിക്കുന്ന എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇതൊക്കെ ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. ഇത് നമ്മുടെ പ്രാണന്റെ രക്ഷയാണ്. അപ്പോൾ ദൈവത്തിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്ത പ്രോസസ്സ് നാം പരിശുദ്ധാത്മാവും കൂടെ ചെയ്ത പ്രോസസ്സാണ്. നമ്മൾ ഇനിയും സാമാന്യമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാമാന്യമായ ഹ്യൂമൻ നേച്ചർ ഉണ്ടെങ്കിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ജസ്റ്റ് ലീവ് ദാറ്റ്, ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാവുക. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ നാൾത്തോളം കൃപമേൽ കൃപ പ്രാപിച്ച്, കൃപമേൽ പ്രഭ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അടുത്തൊരു കാര്യമാണ് മിക്കവാറും ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുന്നതാണ് പെർസീവറൻസ്, അവസാനം വരെയുള്ള സ്ഥിരോത്സാഹം. ആരംഭത്തിൽ വെച്ച ക്രിസ്തുവിനുള്ള ആശ്രയം, ആ ആശ്രയം അന്ത്യത്തോളം ആശ്രയിക്കുക. ഇത് മനസ്സിലാക്കാതെയാണ് പലരും അത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെടുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ രക്ഷിക്കപ്പെടുന്നുള്ളൂ. ഇതെല്ലാം ഇതിന്റെ ഫുൾനെസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദൈവം ഡിക്ലെയർ ചെയ്യണം, ഇവൻ നീതിമാൻ. ഇത്രയും കംപ്ലീറ്റ് ചെയ്താലേ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്നൊരു പഴഞ്ചൊല്ല് പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇമ്പോസിബിൾ. രക്ഷയുടെ ആദ്യത്തെ ഘട്ടം കടന്നു, നമ്മളുടെ പാപത്തെ, ക്രൂശിലുള്ള വിശ്വാസത്തെ നിർവീര്യമാക്കി. ഓഫ് കോഴ്സ് തുടർന്നുള്ള ജീവിതമോ ജഡത്തിനനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ഇതിന്റെ സ്റ്റെപ്പുകളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ട് പറയുന്നത് ഇതിനൊന്നൊക്കെ ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം, കഴിഞ്ഞ ദിവസം നാം അല്പമായിട്ട് ചിന്തിച്ചു. ഇന്റർനെറ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായത് കൊണ്ട് എത്ര പേർക്ക് അത് ഗ്രഹിക്കാൻ പറ്റിയെന്ന് അറിയുന്നില്ല. എങ്കിലെയും നാം വളരെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ കാര്യങ്ങൾ വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വിഷയമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 4-ാം വാക്യം തുടങ്ങി 6-ാം വാക്യം വരെയും, കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്തോത്രം, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. വിശുദ്ധരും സാമാന്യമായതും വിശുദ്ധമായതും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എസെക്കിയേൽ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമാണ് പറയുന്നത്. നിഷ്കളങ്കരാകാന്ന് പറഞ്ഞാൽ അവന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. അവന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. അതിനാൽ അല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാനൊരു വിഷയം, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു ക്രിസ്തുവിലുള്ള പാപമോചനം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന്. പാപമോചനം അതിന്റെ ഫുൾനെസ് ലഭിക്കാത്ത ഒരു വ്യക്തിയെ ദൈവത്തോട് നിരപ്പിക്കാൻ സാധ്യമല്ല. ഡിവൈൻ ഗവൺമെന്റ് സമ്മതിക്കുകയില്ല. ദൈവം എത്ര കരുണയുള്ളവനായാലും പാപം എന്ന ആ ശക്തിയിൽ നിന്ന്
ഡെലിവറൻസ് കിട്ടാത്തോടത്തോളം, വീണ്ടെടുപ്പ് നടക്കാത്തോടത്തോളം ദൈവത്തോട് നിരപ്പിക്കുവാൻ സാധ്യമല്ല. ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് ക്രൂശ് മുഖാന്തരം ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് സുവിശേഷം തന്നിരിക്കുന്നത്. ആ സുവിശേഷമാണ് ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം. ഇതല്ലാതെ മറ്റൊരു വിധത്തിൽ സുവിശേഷം കേട്ടാൽ അത് യേശുവിനെ കുറിച്ച് തന്നെയായിരിക്കും പ്രസംഗിക്കുന്നത്. പക്ഷേ അത് രക്ഷിക്കപ്പെടുന്ന സുവിശേഷമല്ല, ദൈവത്തോട് നിരപ്പിക്കുന്ന സുവിശേഷമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ചിന്തിക്കാൻ പോകുന്നത്? ഈ റീകൺസിലിയേഷൻ. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചു, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 നമ്മൾ വായിക്കുന്നത്, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, രക്ഷിക്കപ്പെട്ട കൊലോസ്യ സഭയിലുള്ള വ്യക്തികളോട് പറയാണ്, അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്തെ നിരപ്പിച്ചു, റീകൺസൈൽ ചെയ്തു. ഇതാരോടെ പറയുന്നത്? ക്രിസ്തീയ നാമം പറഞ്ഞ എല്ലാവരോടും അല്ല. കൊലോസ്യ സഭയില് വിശുദ്ധർ എന്ന് പറഞ്ഞാൽ സാമാന്യമായതിൽ നിന്നും വേർതിരിക്കപ്പെട്ടവർ, കുറെ മോറൽസ് സ്വഭാവങ്ങളിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ എന്നുള്ള അർത്ഥമല്ല. സാമാന്യമായതിൽ നിന്നും വേർതിരിക്കപ്പെട്ടവർ. അപ്പോസ്തല പ്രവൃത്തിയില് ആദ്യത്തെ അഭിഷേകം നടന്ന 2-ാം അധ്യായത്തില് അപ്പോസ്തലൻ പത്രോസ് പരിശുദ്ധാത്മാവ് നിറവോടുകൂടെ 11 പേരോട് കൂടെ എഴുന്നേറ്റ് പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ചു വന്ന ഈ തച്ചനായ യേശു ക്രിസ്തു തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന മശിക എന്ന്. അവിടെ വാരോത്സവ പെരുന്നാള്, ദ ഫെസ്റ്റിവൽ ഓഫ് വീക്കിന് വേണ്ടി കടന്നു വന്ന ആയിരക്കണക്കിന് യഹൂദജനം, ജാതികളല്ല, വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ആയിരക്കണക്കിന് പേര്, 14 ഭാഷകളാണ് അവിടെ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നത്. അവർക്കൊരു അടയാളം എന്നോണം അന്യഭാഷ, അവർ കേൾക്കുന്ന ഭാഷയിൽ അന്യഭാഷയിൽ പറഞ്ഞു. അത് അവർക്കൊരു കൺവിക്ഷൻ കൊടുക്കുവാനാണ്. ഇത് അന്യഭാഷയെ കുറിച്ച് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇന്ന് അന്യഭാഷയെ കുറിച്ച് പറയാനല്ല ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് കൊണ്ട് പറയുകയാണ്. അന്യഭാഷ 3 വിധത്തിലാണുള്ളത്. ഒന്ന് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി നടന്നത്, മറ്റൊന്ന് കൊർന്നേല്യോസിന്റെ സഭയിൽ നടന്നത്. ഇവിടെ എന്താ അന്യഭാഷ. ഇവർ എന്നിട്ട് അന്യഭാഷയെ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, സിറിയയിൽ നിന്ന് വന്നവരുണ്ട്, ഈജിപ്തിൽ നിന്ന് വന്നവരുണ്ട്, റോമിൽ നിന്ന് വന്നവരുണ്ട്, റഷ്യയിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ വന്നവരൊക്കെ അവരവരുടെ ഭാഷ അറിയുന്നവരാ. ഇവർ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ കേൾക്കുകയാണ്. അപ്പോൾ അതെന്തിനു വേണ്ടി ദൈവം ചെയ്തു? അവർക്കൊരു കൺവിക്ഷൻ കൊടുക്കുകയാണ്. ഇതൊരു സാധാരണ സംഭവമല്ല. ഇവർ ഈ ഗലീലിൽ മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് എങ്ങനെ റഷ്യയുടെ ഭാഷ അറിയാം? ഇവർക്ക് എങ്ങനെ ഈജിപ്തിന്റെ ഭാഷ അറിയാം? അറബിയിൽ തന്നെ പല പല അറബികൾ ഡിഫറൻ്റ് ആണ്. കേരളത്തിൽ തന്നെ കോഴിക്കോടുകാരൻ്റെ ഭാഷ തിരുവനന്തപുരത്ത് പോയി സംസാരിച്ചാൽ മേലോട്ട് നോക്കി മിഴിച്ചു നോക്കുകയുള്ളൂ. നല്ല തൃശ്ശൂർ ഭാഷ സംസാരിച്ചാൽ എല്ലാവരും ചിരിക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ അവർക്കൊരു കൺവിക്ഷൻ കൊടുത്തു, സംതിങ് നോർമൽ അല്ല ഇത്. എന്നിട്ട് ആ അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരുവനായ പത്രോസ് മറ്റുള്ളവരുടെ കൂടെ നിന്ന് അവരോട് പറയുകയാണ്, തിരുവെഴുത്തുകളെ പഴയ നിയമത്തിലെ ഓരോരോ പോയിന്റ്സ് എടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഈ ക്രൂശിച്ചു കൊന്ന യേശു തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന മശിഹ. ഈ യേശു ബെത്ലഹേമിൽ അല്ലയോ ജനിച്ചത്? മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഓ ബെത്ലഹേം എഫ്രത്തെ, നീ യഹൂദ സഹസ്രത്തിൽ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ പ്രഭു ആയിരിക്കേണ്ടത് നിനക്ക് അവിടെ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത് പുരാതനമായത് തന്നെ. ഇവർ കേട്ടവർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശരിയാണല്ലോ, ഈ തച്ചനായ യേശു ജനിച്ചത് ബെത്ലഹേമിലാണല്ലോ. അതിനുശേഷം യെരമ്യാ പറഞ്ഞത്, ഞാൻ എൻ്റെ പുത്രനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തും. അപ്പൊ ഹെറോദാവിനെ പ്രതി കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. രാഗേലിന്റെ കരച്ചില് എന്ന് പറഞ്ഞാൽ ഹെറോദാവ് 2.5 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊന്നു കളഞ്ഞത്. അങ്ങനെ ഒന്നൊന്നായിട്ട് അവന് വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ചുകൊണ്ട് യശയ്യാപ്രവചനം 53-ാം അധ്യായം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 18-ാം സങ്കീർത്തനം, 16-ാം സങ്കീർത്തനം, 41-ാം സങ്കീർത്തനം, 69-ാം സങ്കീർത്തനം, യൂദാസ് ഒറ്റി കൊടുക്കുന്ന കാര്യം, യൂദാസിന് ഭാര്യ വിധവയായിത്തീരുന്ന കാര്യം, അവന്റെ മക്കൾ അനാഥരായിത്തീരുന്ന കാര്യം, ഇങ്ങനെ ഒന്നൊന്നായിട്ട് വിവരിച്ചപ്പോൾ ഈ യേശുവിൽ ഇതെല്ലാം നടന്നു എന്നവർക്ക് മനസ്സിലായി.
അപ്പോൾ അവർ ചോദിക്കുകയാണ്, സഹോദരന്മാർ, പുരുഷന്മാർ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് തെറ്റു പറ്റുപോയി, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറയുന്നത് എന്താ? മാനസാന്തരപ്പെടാനാണ്. ആദ്യം സ്നാനപ്പെടാനല്ല പറയുന്നത്. ചേഞ്ച് യുവർ ഇന്റൻഷൻ, ചേഞ്ച് യുവർ അൾട്ടിമേറ്റ് ഗോൾ. നിങ്ങൾ വന്ന് നല്ല കാര്യത്തിലാണ് വന്നത്, ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ ചേഞ്ച് യുവർ അൾട്ടിമേറ്റ് ഗോൾ, ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രാധാന്യം. ഇന്നത്തെ ഒരു പുള്ളിയായിരുന്നു ഫിലിപ്പോസ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശബരിയിൽ പോയിട്ട് സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ കുറെ പേർ രക്ഷിക്കപ്പെട്ടു, ഫിലിപ്പോസിൽ ചേർന്നു. അപ്പൊ അവിടെ ചില ചെപ്പടി വിദ്യകളോ മന്ത്രവിദ്യകൾ കൊണ്ട് ആ ദേശത്തിലെ ആൾക്കാര് മറച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തി വെച്ചിരുന്ന ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, ശിമയി. അവനും ഇതെല്ലാം കണ്ട് വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, ഫിലിപ്പോസിനോട് ചേർന്നു എന്നാണ് പറയുന്നത്. യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ വന്ന് ഇവരുടെ മേൽ കൈവച്ചപ്പോൾ ഇവർക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, നിറവ് പ്രാപിച്ചു. ഉടനെ ശിമയെ കുറച്ച് പൈസ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലിൽ വെച്ച് പറയാണ്, ഞാൻ ആരുടെ മേൽ കൈവച്ചാൽ എനിക്ക് ഈ അനുഗ്രഹം കിട്ടേണ്ടത്, പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് എനിക്ക് ഈ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. അവിടെ പത്രോസ് പറഞ്ഞത്, നീ ഗുണപ്പെടാത്തതിന്റെ സ്വഭാവമൊക്കെ മാറ്റി വെച്ച് ആദ്യം മാനസാന്തരപ്പെടുക. ഇതേപോലെ വീണ്ടും ചലനം പ്രാപിക്കാതെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ, തന്റെ ഹൃദയത്തിലുള്ള ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആകാതെ ദൈവഹിതം മാത്രം മതി എന്ന് തീരുമാനിക്കാതെ ഡിനോമിനേഷൻ ഇൻട്രസ്റ്റ്, സെൽഫിന്റെ ഇൻട്രസ്റ്റ്, ഫെയിമിന്റെ ഇൻട്രസ്റ്റ്, മെറ്റീരിയൽ ബെനിഫിറ്റ് ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള ഗോളുകൾ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മാനസാന്തരപ്പെട്ടിട്ടില്ല. അവന് വന്ന് സുവിശേഷം അറിയിച്ചാൽ അവൻ പണ്ട് ഏത് മതത്തിലായിരുന്നോ ഏത് ജാതിയിലായിരുന്നോ ആ സ്പിരിറ്റൊക്കെ അവിടെ പ്രവർത്തിക്കും. ശിമയെ നോക്കിയത് അതിനാണ്. ഈ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പഴയ പൊടിക്കൈകളൊന്ന് കാണിച്ചുകൊണ്ട് ജനത്തെ ഒന്ന് ഭ്രമിപ്പിച്ച് വെച്ച് ഇച്ചിരി പൈസ ഉണ്ടാക്കാം. ഇന്ന് നടക്കുന്നത് ഇതൊക്കെ പച്ചയായിട്ട് വിളിച്ചു പറയാണ്. പേരെടുത്ത കേരളത്തിൽ തന്നെ പേരെടുത്ത പല പ്രഭകന്മാരും രക്ഷ നഷ്ടപ്പെടുകയെന്ന് പ്രസംഗിക്കുന്നു, അവൻ ഇഷ്ടംപോലെ ഇടാമെന്ന് പ്രസംഗിക്കുന്നു. അവർ വീണു. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, സദൃശ്യവാക്യം 4-ാം വാക്യം വായിച്ചു നോക്ക, 1-ാമത് വായിച്ചു നോക്ക. ഒരു വീണവൻ വേറൊരു വീഴിക്കാതെ ഉറങ്ങയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ഉള്ളിലിരിക്കുന്ന അതാണ്. കാരണം എന്താ? അവൻ റിപ്പണ്ട് ചെയ്തിട്ടില്ല. വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് ഏതോ നിറവ് പ്രാപിച്ചു, ബൈബിൾ കോളേജിൽ പോയി ഡോക്ടറേറ്റ് കിട്ടി, MTH കിട്ടി, BTH കിട്ടി, പാസ്റ്ററായി. ഇച്ചിരി പൊടിക്കായി ഗൾഫിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് പരസ്യം ചെവിടി പോയിക്കുന്നത് കൃപയുണ്ടോ എന്നുകൊണ്ട്, എന്താ പ്രവചനമുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇന്ന് കോളേജിലും സ്കൂളിലൊക്കെ എന്താ പൊടി കൊടുക്കില്ലേ, ഡ്രഗ്സിന്റെ പൊടി, അതേപോലെ ചോദിക്കുന്ന പ്രവചനമുണ്ടോ എങ്കിൽ ചർച്ചിൽ സ്ഥാനമുണ്ട്. ഇങ്ങനെ കുറെ വഞ്ചന അനുഭവിച്ചിട്ടുള്ളവർ ഞങ്ങൾ. ഓക്കെ, അതല്ല നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഒന്ന് അന്യഭാഷയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാണ് കേൾക്കുന്നവർക്ക് ഇത് ഡിവൈൻ കാര്യമാണെന്നൊരു കൺവിക്ഷൻ വരുത്തുക. ആ കൺവിക്ഷൻ വന്നതിന് ശേഷം ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിനെ അപ്പോസ്തലൻ പത്രോസ് പ്രസംഗിച്ചു. അപ്പോൾ അവർക്ക് റിപ്പൻറ്റൻസ് ഉണ്ടായി. അവർ ചോദിച്ചു, സഹോദരന്മാരും പുരുഷന്മാരും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം മാനസാന്തരപ്പെടുക, എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക, അപ്പോൾ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് പറയാണ്, ഈ വക്രതയും കോട്ടമല തലമുറ ഇത് സെപ്പറേറ്റ് ആകുക. അന്ന് വക്രതയും കോട്ടമല തലമുറ എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ അവരുടെ ശബത്തുകളിൽ വായിക്കുന്നതാണ്. ഓരോ ശബത്തുകളും വായിക്കുന്നതാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം, 52-ാം അധ്യായം, 60-ാം അധ്യായം. അതിനല്ലേ യേശുവിനെ ചുരുള് കൊടുത്തപ്പോൾ കത്ത വായിച്ചത്. എന്നിട്ട് പോലും ഈ കാര്യങ്ങളൊക്കെ അവർ നടന്നിട്ട് അവർ കണ്ണു തുറന്നില്ല. കർത്താവ് തന്നെ അവരുടെ ഹൃദയം കഠിനപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ പുഴുക്കളായ അന്യ ദൂരസ്ഥനായ നമുക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു കാര്യം. അന്യഭാഷയുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. അടുത്ത കാര്യം 1 Corinthians chapter 40 പറഞ്ഞിരിക്കുന്നത്, അന്യഭാഷയെ ആരാധിക്കാൻ സ്തുതിക്കുന്ന ദൈവത്തോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. താൻ പറയുന്ന ഭാഷ എന്താണെന്ന് താൻ അറിയുന്നില്ല, എന്തോ പറയുന്നത് അറിയില്ല. പക്ഷെ അവൻ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ ഇതിനോട് പറഞ്ഞിട്ട് പലരും പറയാണ്, ഈ അന്യഭാഷ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷയിൽ മനസ്സിലാകുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് അന്യഭാഷയിലെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ.
മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അന്യഭാഷ സംസാരിക്കുമ്പോൾ പ്രവചനമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒരാൾ വേണം. ഇപ്പൊ മലയാളി ഒരുവൻ അറബി സംസാരിക്കാൻ, അറബി അറിഞ്ഞിട്ടില്ല, അറബി സംസാരിക്കുമ്പോൾ വേറൊരു അറബിയല്ല, മറ്റൊരു മലയാളി, അവൻ അറബി പഠിച്ചിട്ടില്ല, പക്ഷെ അവന് കൃപാവരം കിട്ടിയിരിക്കുകയാണ് വേറെ ലാംഗ്വേജുകളെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കൃപ. ഇപ്പൊ മലയാളി ആയിരിക്കുന്ന ഒരുവൻ ഉറുദു, ഒരു പക്ഷേ ഉറുദു നമ്മൾ ഹിന്ദിയുമായിട്ട് കുറച്ച് സാമ്യമുള്ളതാ, ഒരു ബന്ധമില്ലാത്തൊരു ഭാഷ സംസാരിക്കുക, അവനറിയില്ല എന്താ സംസാരിക്കുന്നത്, പക്ഷെ കേൾക്കുന്ന ഭാഷയെ, അന്യഭാഷ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിവുള്ള കൃപാവരമുള്ള ഒരു വ്യക്തി അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അവനത് കേൾക്കുക, അവനതിന് സഭയ്ക്ക് ദൂതായിട്ട് പറയും. ഇതാണ് മറ്റൊരു അന്യഭാഷ. വ്യക്തമായി തോന്നുന്നു. ഒന്നാമത്തേത് പറഞ്ഞത് കേൾക്കുന്നവർക്ക് കൺവിക്ഷൻ വരുവാൻ, ഇതൊരു ഡിവൈൻ പവർ ആണ്, കൺവിക്ഷൻ വരുവാൻ തക്കവണ്ണം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി സംതിങ് ഡിവൈൻ ആണിത്. മീൻപിടുത്തക്കാരായ ഗലീലക്കാര. അതിനുശേഷം എന്താ നടന്നത്? ക്രൂശിക്കപ്പെടാൻ ക്രിസ്തുവിന്റെ സുവിശേഷം വിസ്തരിച്ചു. ന്യായപ്രമാണം, പ്രവാചക പുസ്തകം, സങ്കീർത്തനങ്ങളിൽ നിന്നും അവിടെ ഭക്തിയുള്ള പുരുഷന്മാരെ കടന്നു വന്നത്. അവർക്ക് മനസ്സിലായി. ഉടനെ അവർക്ക് റിപ്പന്റൻസ് ഉളവായി. അതാർക്ക് വേണ്ടിയാ? കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് അന്യഭാഷ. രണ്ടാമത്തെ കേസ് കൊരിന്ത്യർ ലേഖനത്തിൽ 14th ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ഇത് ആരും കേൾക്കണമെന്നില്ല, പറയുന്നവര് മനസ്സിലാകണമെന്നില്ല. കർത്താവേ, എനിക്ക് നിന്നെ ആരാധിക്കണം, എനിക്ക് അന്യഭാഷ ആരാധിക്കാൻ ആവശ്യമുണ്ട് കർത്താവ്, ഞാൻ ആഗ്രഹിക്കുന്നു, പ്ലീസ് ഹെൽപ്പ് മീ. ഇത് പറഞ്ഞാൽ ചോദിച്ചാൽ ലൂക്കോസ് സുവിശേഷം 11ാം അധ്യായത്തിൽ പറയുന്നില്ലയോ, നിങ്ങളുടെ മകന് അപ്പം ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ? മീൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ തന്നോട് പരിശുദ്ധാത്മാവിനെ യാചിക്കുന്നവർക്ക് എത്താധികം കൊടുക്കും. പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ദുഷ്ടാത്മാവിനെ എല്ലാം കൊടുക്കും. പക്ഷേ എന്താ ആദ്യം നടക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നമ്മുടെ സെൽഫിന്റെ ഡിസയർ ഡിനൈ ചെയ്യണം. ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാനല്ല. ഇതാണ് ഈ പെന്തിക്കോസ്ത് ഗോളത്തിൽ വ്യാജ അന്യഭാഷ കടന്നു വരാനുള്ള കാരണം. ലോർഡ്, എനിക്ക് നിന്നെ ആരാധിക്കണം, എനിക്ക് നിന്നോട് ഒന്നായി ചേരണം. ഇത് ഈ അൾട്ടിമേറ്റ് ഗോള്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവത്തിന് അറിയാം. നീ തുറന്ന ഹൃദയത്തോടുകൂടി ചോദിച്ചാൽ നിനക്ക് വ്യാജ ഭാഷയല്ല തരുന്നത്. ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം കൃപ ചെയ്ത് കത്തോലിക വലിയ കൃപയിൽ എത്രയോ ഭാഷകളിൽ സംസാരിക്കുന്നു. ഓരോ പ്രാവശ്യം സംസാരിക്കും, പുതിയ പുതിയ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ടല്ല സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാത് സമയത്തിനും നമുക്ക് ആത്മീക വർധന വരുത്തുവാൻ തക്കവണ്ണം നമ്മൾ വിവിധമായ ആത്മീക സാഹചര്യം കൂടിയാണ് കടന്നു പോകുക. ചിലപ്പോൾ വളരെ ഭാരത്തിലായിരിക്കും, വളരെ ദുഃഖത്തിലായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമായിരിക്കാം. അതാത് സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ വായിൽ തരും. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ബുദ്ധി കൊണ്ട് എന്താണ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആത്മീയ വർധന വരുത്തും. കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആത്മീയ വർധന വിഷയങ്ങൾ എന്താ. ഇതിനെ പെട്ടെന്ന് ദൈവത്തിനാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് ഒരു പക്ഷേ ആരെങ്കിലും കേൾക്കുന്നവരില്ല, ഇതിനെക്കുറിച്ച് സംശയമുള്ളവരുണ്ടാവാം. അങ്ങനെ സംശയിച്ചിരുന്നാൽ അന്യഭാഷയൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരികയില്ല. അവർക്ക് കൂടി അല്പമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ചർച്ചിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നത്. അത് ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകൾ റെക്കോർഡിൽ കേൾക്കുക. ഇന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിക്കുക. അപ്പൊ ഈ വിഷയം വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ റീകൺസിലേഷന്റെ ആവശ്യകത വന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊളോസ്യ ലേഖനം ചാപ്റ്റർ 1 വേഴ്സ് 21 പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുമ്പേ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായ നമ്മെ. ദൈവം മാറ്റമില്ലാത്തവനാണ്. അവൻ ഹൃദയം കൊണ്ട് മാറുന്നവനല്ല. അവന് മനുഷ്യനെ കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ തന്റെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ ആകാശത്തെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, ഭൂജലത്തിലെ സകല ജന്തുക്കളിന്മേലും വാഴട്ടെ. മറ്റ് ക്രിയേഷന്റെ മേൽ വാഴുവാനാണ് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ചത്. ഇതിൽ നിന്ന് ദൈവം മാറുന്നവനല്ല. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് അവന്റെ ആത്മാവിന്റെ കൂട്ടായ്മയില് ദൈവ തേജസ് വസിച്ചുകൊണ്ട് ദൈവഹിത പ്രകാരം നടന്നുകൊണ്ടിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 17 വാക്യം വായിച്ചു. മറ്റ് സൃഷ്ടികളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവൻ പേരിട്ടു. അതൊക്കെയും താൻ പേരിട്ട് തന്നെ ദൈവം അംഗീകരിച്ചു. ഇത്രമാത്രം സൃഷ്ടികളുള്ളപ്പോൾ, ചരാചരങ്ങളുള്ളപ്പോൾ ആദാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ
യഹോവയുടെ ജ്ഞാനത്താൽ, ദൈവത്തിന്റെ വിഷ്ടമാണ് അവന് വസിക്കുന്നത്. അതിനാൽ അവൻ പേരിട്ടതൊക്കെ അങ്ങനെ തന്നെയായി. ദൈവം ഒരു കമന്റിനെ കുറിച്ച് പറഞ്ഞില്ല. അങ്ങനെ ഇരുന്ന മനുഷ്യന് ടെംപ്ടേഷൻ വന്നപ്പോൾ ഈ നന്മത്തിന്മയെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിനക്ക് ദൈവത്തെ കൂടെ സെൽഫായിട്ട് വാഴാം. ഇവിടെയാണ് സെൽഫ് മനുഷ്യനിലേക്ക് കടക്കുന്നത്. പിന്നെ അങ്ങുള്ള മനുഷ്യന്റെ എല്ലാവരുടെ തന്നെ യേശു ക്രിസ്തു വഴി എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇതിൽ നിന്നും മാറ്റാത്തോടത്തോളം എത്ര വലിയ ശുശ്രൂഷകനായാലും എത്ര വലിയ വിശ്വാസിയായാലും എന്തെല്ലാം ത്യാഗം സഹിച്ചാലും യു വിൽ നോട്ട് ബി സേവ്ഡ്. നീ രക്ഷിക്കപ്പെടുകയില്ല. ഇതിനാണ് ഏറ്റവും ആവശ്യമായ കാര്യം. ഇത് നടന്നാൽ മാത്രമേ, അപ്പോൾ നമ്മൾ എന്താണ്? ദൈവത്തോട് അന്യരായി തീർന്നു. ഇനി നമുക്ക് അപ്പോസ്തല പ്രവർത്തനം എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 10 തുടങ്ങി ഒന്ന് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2. എന്തുകൊണ്ടാണ് ദൈവമായിട്ട് റീകൺസിലിയേഷൻ ആവശ്യകത വന്നതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ചാപ്റ്റർ 2 വേഴ്സ് 10 തുടങ്ങിയാണ് വായിക്കുന്നത്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടത് ദൈവം അവൻ മുന്നോക്കിയിരിക്കുന്നു. ഇനി പറയാണ്, ആകിയാൽ ഈ വീണ്ടും ജന്മം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ ഒരു അവയവമായിട്ട്, അല്ലെങ്കിൽ സാമാന്യമായത് വേർതിരിക്കപ്പെട്ട ജനത്തോട് പറയുകയാണ്, നിങ്ങൾ സാമാന്യമായിരുന്ന സമയത്ത് അതിന് പറഞ്ഞിരിക്കുന്ന, ആകിയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ബൈ നേച്ചർ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാർ ഇവരെ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത്, എന്നാൽ സാമാന്യമായിരുന്ന കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അബ്രാഹാമിനോട് സംസാരിച്ചെന്താണ്? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ വാഗ്ദത്തത്തെ ആധാരമാക്കിയാണ് അബ്രാഹാമിനെ പോലെ വിശ്വാസമുള്ളവർ നമ്മെയും വിശ്വാസത്താൽ നീതീകരിക്കുന്നത്. അബ്രാഹാമിനെ പോലെയുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, അവനിൽ കൂടെ വരുന്ന സന്തതി, സന്തതികളല്ല സന്തതി, ഏകൻ. ഈ ഏകനിലുള്ള വിശ്വാസമാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അവനെ കുറിച്ചുള്ള വിശ്വാസമല്ല, അവനെ കുറിച്ചുള്ള വിശ്വാസത്താൽ അവനെ തന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവനുമായിട്ടുള്ള വിശ്വാസം മുന്നേറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക്, ഇങ്ങനെ ക്രിസ്തുവിലുള്ള വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മളെല്ലാവരും അന്യരായിരുന്നു. അത് അബ്രാഹാമിന്റെ സന്തതി, യാക്കോബിന്റെ സന്തതി, യാക്കോബിന്റെ 12 ഗോത്രങ്ങൾക്ക് കൊടുത്തിരുന്ന നിയമമായിരുന്നു. നാം അന്യരായിരുന്നു. അപ്പൊ നമുക്കെന്ത് വേണം? ഒരു വീണ്ടെടുപ്പ് വേണം, ഒരു റീകൺസിലിയേഷൻ വേണം. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. യാക്കോബിന്റെ 12 ഗോത്രങ്ങളിൽ അല്ലാത്തവരെ കുറിച്ച് പറയുകയാണ്, നമ്മെ എല്ലാവരും കുറിച്ച് പറയും. ഇന്നങ്ങ് എല്ലാവരും ഞങ്ങളെവിടെ? അന്ത്യോക്യന്ന് വന്ന തോമസിന്റെ കൂട്ടരാ, അന്ത്യോക്യന്ന് വന്ന അവരുടെ കൂട്ടരാ, ഞങ്ങൾ ഇവരെ കൂട്ടരാ. കത്തോലിക്കൻ പറഞ്ഞു ഞങ്ങളാണ് പത്രോസിന്റെ പിൻഗാമി. അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാബിലോണിയ മതത്തിന്റെ വേദഗ്രന്ഥത്തിന്റെ പേരാണ് പെട്രോമ. പെട്രോമ. ഇന്ന് അനേക വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഓരോ മതങ്ങൾക്ക് അവരുടെ വേദഗ്രന്ഥങ്ങളുണ്ട്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം അന്നത്തെ പൊന്തീഫുമാർക്ക് ഉണ്ടായിരുന്നുള്ള. പൊന്തീഫിന്റെ ഇപ്പോഴത്തെ പേരാണ് പോപ്പ് എന്ന് പറയുന്നത്. ഈ പെട്രോമയായിരുന്നു ബാബിലോണിയ മതത്തിന്റെ വേദഗ്രന്ഥം. അതിനെ പിന്നീട് പെട്രോമ, പീറ്റർ ഓഫ് റോമ എന്ന് പറഞ്ഞ് പീറ്റർ ഓഫ് റോമ എന്നാക്കി. എനിക്ക് ചെറുപ്പത്തിലെ ഞാൻ തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് അവിടെ തൃശ്ശൂർ റൗണ്ടിൽ ഒരു ഹോട്ടലിന്റെ പേരുണ്ട് അമ്പാടി. അതാര് വായിച്ചപ്പോൾ അമ്പടി എന്ന് വായിച്ചു. സ്പെല്ലിങ് കറക്റ്റാ. അമ്പാടി എന്നാണ് ഹോട്ടലിന്റെ പേര്. എന്താ പ്രൊണൗൺസിയേഷനിൽ വരുന്ന ഡിഫറൻസ്. നമുക്ക് ഇംഗ്ലീഷിൽ അനേക വേർഡ്സ് ഉണ്ടല്ലോ, അങ്ങനെ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ ഈ പെട്രോമയെ പെട്രോം അങ്ങനെ പറഞ്ഞ് പീറ്റർ ഓഫ് റോം എന്നാക്കി. ഇവർ ഈ പറയുന്ന പത്രോസെ നീ പാറയാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
ഈ പെട്രോം എന്ന പുസ്തകം പാറയെ പോലെയാണ്, അല്ലെങ്കിൽ സ്റ്റോൺ ബുക്ക് തന്നെ ഇന്റർപ്രറ്റ് ചെയ്തത്. ഈ പെട്രോമയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ബുക്ക്. അപ്പൊ നീ പത്രോസ്, നീ പാറയത് പെട്രോമ, യു ആർ സ്റ്റോൺ. ഇതാണ് കത്തോലിക്ക. നിങ്ങൾ കത്തോലിക്കോട് ചോദിച്ചെങ്കിൽ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് നീ പത്രോസ് ആകുന്നതിന് പകരം അവർ പറയും പത്രോസ് നീ പാറയാകുന്നു. ഇനി പത്രോസിന്റെ മേൽ ഞങ്ങൾ ചർച്ച പണയും. ഇങ്ങനെയാണ് ഈ പോപ്പുമാര് കള്ളത്തരം കൊണ്ടുവന്നത്. ഇതിന്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ 1-2 ക്ലാസ്സുകൾ, ഇതിന്റെ ഏകദേശം 4-5 എപ്പിസോഡുകളുണ്ട് ഈ ഇതില് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം. കാത്തലിക്സ് ആർ നോട്ട് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായിട്ട് കയറി പൊളിച്ചിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ബൈബിളിക്കൽ ട്രൂത്ത് കൊണ്ട് തന്നെ പച്ചയായിട്ട് കയറി പൊളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വലിയ മെമ്പർഷിപ്പ് ഉള്ളത് ഡിസപ്ഷൻ. അതിന് കാരണം പറയുകയാണെങ്കിൽ 2 തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10 തുടങ്ങി വായിച്ചു നോക്കണം. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ, സത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തന്നെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ, തന്റെ ഹൃദയത്തിൽ വേണം അനുസരിക്കുവാൻ കൈക്കൊള്ളാകിയാൽ, ദൈവം തന്നെ ബോഷ്ക്ക് വിശ്വസിക്കുമാറ് ന്യായം വിധിച്ചത് പെടരുത്, ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി കൊടുക്കുകയാണ്. ഇതാണ് ഈ കാത്തലിക്കിലൊക്കെയും എന്താ പറഞ്ഞ കരിസ്മാറ്റിക്കാര്, അവര് ഭയങ്കര പ്രവചനമാണ്, ഭയങ്കര അന്യഭാഷയാണ്. ഞാൻ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ താറാവിനെ വിളിക്കാൻ രീതി എന്ന് പറയും. രീതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ താറാവിനൊക്കെ വയലിൽ കൊണ്ട് മേയ്ക്കാൻ കൊണ്ടുവന്നാൽ ഇവര് ട്രക്കിലോ അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂട്ടിലേക്ക് നയിക്കുന്ന സമയത്ത് ഈ താറാവിന് മേയ്ക്കുന്ന ആളൊരു വടി പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ രീതി എന്ന് പറഞ്ഞാൽ 5 ഓരോ റോയല് 5 താറാവുകളായിട്ട് വരും. കറക്റ്റായിട്ട് ഒരു തെറ്റുപോലെ അവർക്ക് പറ്റില്ല. ഈ അതെങ്ങനെ പിടിച്ചു എന്ന് പറയുള്ളൂ. കറക്റ്റായിട്ട് വന്ന് കൂട്ടി കയറും. ഇത് ഞാൻ ഇവിടെ ചാലക്കുടിയിൽ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു ഭംഗി തകർത്ത് പ്രസംഗിക്കുന്നു. നമ്മൾ പ്രസംഗിക്കുന്ന വചനങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് രീതി എന്ന് പറയുന്നു. ഞാനത് ഷോപ്പ് കീപ്പറോട് ചോദിച്ചു. അപ്പോൾ ആരെന്ന് വെച്ചപ്പോൾ ഇത് കാത്തലിക്കിൽ പ്രസിദ്ധനായ ഒരു പ്രാസംഗികൻ, പ്രവാചകനാണെന്ന്. അതിനുശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. ഇതുപോലെ വഞ്ചനകൾ അനേകമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഇതൊക്കെ സാമാന്യമായത്. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, കാര്യം നടക്കുന്നുണ്ട്. ഈ സാമാന്യമായത് വേർതിരിക്കപ്പെടണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ റീകൺസിലിയേഷൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു വരികയാണ്. ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രായേൽ പൗരത്വ സംബന്ധമില്ലാത്തവർ, ക്രിസ്തുവിനുള്ള വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. ഇനി ദൈവമുള്ളവരായി തീരണമെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ക്രിസ്തുവേശു മുഖാന്തരമുള്ള റീകൺസിലിയേഷൻ നടക്കണം. ഈ റീകൺസിലിയേഷൻ നടന്നോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? പ്രവചനമുള്ളത് കൊണ്ടാണോ? അന്യഭാഷ ഉള്ളത് കൊണ്ടാണോ? നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ്. ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാന ശക്തിയോടുകൂടി വസിക്കുന്ന ക്രിസ്തുവിനെ. ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നാം സ്ഥാനത്തിൽ പറയുന്നത് എന്താണ്? തുടർന്നുള്ള ജീവിതം ഞാൻ പുനരുദ്ധാന ശക്തിയോടുകൂടി ജീവിക്കും. നമുക്കെതിരായിട്ട് ശത്രു വരുമ്പോൾ ആദ്യനും അന്തിരം സർവത്തിന്റെ മീത് ദൈവമായിരിക്കുന്നവൻ, നിത്യനായവൻ, ദേവാദിദേവൻ, കർത്താദി കർത്താവ് നമ്മൾ വെളിപ്പെട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? റീകൺസിലേഷൻ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നിട്ടില്ല, അല്ലെങ്കിൽ അവൻ വെളിപ്പെടുന്നതിന് ആവശ്യമായിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സെൽഫ് നമ്മളിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കും. ഡിനൈ ദാറ്റ്. നിന്നെയുള്ള സെൽഫിന്റെ ചീഞ്ഞളിഞ്ഞ സിംഹാസനത്തോട് തന്റെ സിംഹാസനം ഷെയർ ചെയ്യുന്നവരല്ലേ ക്രിസ്തു. യെസ്, അവൻ ആദ്യനും അന്തിനും തന്നെയാണ്, അവൻ സർവശക്തനാണ്. നിന്നിലുള്ള സെൽഫിന്റെ സഹായം ആവശ്യമല്ല. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ താൻ പാതി ദൈവം പാതി. ഇതൊക്കെ വെറും ജാടകളാണ്. താൻ പാതി ദൈവം പാതി അല്ല. ദൈവം പൂർണ്ണമായിട്ട് നമ്മൾ പ്രവർത്തിക്കും. നമ്മളെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് പാപമോചനം കിട്ടുന്നത് എങ്ങനെയാണ്? താൻ പാതി ദൈവം പാതിയായിട്ടാണോ? പക്ഷെ നമ്മെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രാണന് ലഭിക്കുന്ന പ്രേരണകൾ, ഇത് വേണ്ട, ഇത് അപകടമാണ്, ഇത് മരണഹേതുവാണെന്നുള്ള പ്രേരണ ലഭിക്കുമ്പോൾ ലീവ് ദാറ്റ്, എന്നേക്കുമായിട്ട് ഡിസ്കാർഡ്. അതുപോലെ പ്രേരണ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ. വിടുജനം പ്രാപിച്ചു, സ്നാനത്തെക്കുറിച്ച് സംശയമാ, ആഭരണം ഉപേക്ഷിക്കണമോ, TV കാണുന്നത് ഉപേക്ഷിക്കണമോ? നിന്നോട് ആരും പറഞ്ഞില്ല. നിന്നിൽ വീണ്ടും ജനം നടന്നാൽ നിന്നിൽ വസിക്കുന്ന അതിവിശുദ്ധനായ ദൈവം ആഗ്രഹിക്കാത്ത ഒന്നും നിന്നെ നടക്കുകയില്ല. പക്ഷെ നിന്റെ പ്രാണനിൽ പ്രേരണ തന്നിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് റീകൺസിലിയേഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് മനസ്സിലാക്കണം.
കർത്താവ് ചോദിക്കാൻ, കർത്താവ് എനിക്ക് ഈ ഒരു അനുഭവം വേണം. പാപബോധം, നിങ്ങൾ കഴിഞ്ഞ കാലത്തിൽ എന്റർടൈൻ ചെയ്തിരുന്ന പാപങ്ങൾ നിങ്ങൾ ഇപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീകൺസിലേഷൻ നടന്നവരാ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനാണ് നിങ്ങൾ വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടരുത്, പിടിക്കരുത്, നോക്കരുന്നുള്ള കാര്യമല്ല പറയുന്നത്. അനേകരെ അപേക്ഷിച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന, ആത്മാവ് പറയുന്നതിന് വേണ്ടി മാത്രം കാത്തിരിക്കുക. ഇവിടെ അനേക ഡിസപ്ഷനുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് വളരെ താഴ്മയോടുകൂടെ, കർത്താവേ എനിക്ക് നിന്റെ കൂടെ വാഴ്ചിക്കണം, എനിക്ക് നിന്നെ പോലെ ആയിത്തീരണം, പ്ലീസ് ഹെൽപ്പ് മീ. അത്രമാത്രം ഡിസപ്ഷനുള്ള ഒരു ലോകത്തിലാണ് നാം വസിക്കുന്നത്. അതേപോലെ തന്നെ ദൈവത്തോട് ശത്രുത്വമുള്ള ഒരു ജഡമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവന് ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല. ഇനിയോ ഇത്ര മതി. അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കാനുണ്ട്. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം ചിന്തിക്കാനുള്ളത്, വാട്ട് ഹിൻഡർ മെർസിഫുൾ ഗോഡ് ടു റീകൺസൈൽ മെൻ വിത്ത് ഹിം വിത്തൗട്ട് ആൻ അറ്റോൺമെന്റ്. ഒരു പ്രായശ്ചിത്തം കൂടാതെ ഇത്ര ദയാലുവായ ദൈവത്തിന് മനുഷ്യരെ തന്നോട് നിരപ്പിക്കുവാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് വളരെ ആഴമായിട്ട് വിശ്വാസികൾ മനസ്സിലാക്കണം. ഞാൻ അല്പമായിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പ്രായശ്ചിത്തം കൂടെ, ദൈവം സ്നേഹം തന്നെ. ഇന്ന് കാത്തലിസം മുറുകെ പിടിക്കുന്ന, കരിസ്മാറ്റിക്കുകൾ മുറുകെ പിടിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം കരുണാസമ്പന്നനാണ്. അവൻ ആരെങ്കിലും നരകത്തിലേക്ക് അയക്കുമോ? ദൈവം സ്നേഹം തന്നെ. അനേക വാക്യങ്ങൾ കൊണ്ടുവരാം. തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്ന് അവനോട് കൂടെ സകലം തരാൻ അവനോട് കൂടെ എന്ന് പറയില്ല. അവിടെ ഒന്ന് സൈലന്റ് ആക്കും. ഇംഗ്ലീഷിൽ നമ്മൾ ചില പ്രൊനൗൺസിയേഷനിൽ ചില ആൽഫബറ്റുകൾ സൈലന്റ് ആക്കില്ലേ, അതുപോലെ അവനോട് കൂടെ എന്നുള്ള കാര്യങ്ങൾ മാറ്റും. ദൈവം കരുണാസമ്പന്നൻ തന്നെയാണ്, ദൈവ സ്നേഹം തന്നെയാണ്. പക്ഷേ അവൻ തന്റെ സ്വേച്ഛ അധികാരത്തിൽ ഭരണം നടത്തുന്ന ഒരുവരല്ല. അവന്റെ ഹൃദയത്തിൽ ഒരു ലോ ഉണ്ട്, ദ ഡിവൈൻ ലോ. അതേ ലോ തന്നെയാണ് നമ്മളെ ഹൃദയത്തിൽ എഴുതി തന്നിരുന്നത് ആദാമിനെ തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് സൃഷ്ടിച്ചപ്പോൾ. എന്നാൽ ഏതും തോട്ടം തുടങ്ങി നമ്മൾ ആ ലോ ഡിസ്ഒബേ ചെയ്തു. അവിടെ തുടങ്ങി നമ്മൾ നടക്കുന്നത് സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ദൈവത്തോട് ശത്രുത്വമുള്ള സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇതിൽ നിന്നും ഈ പാപ മാനവ ജാതിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ഉള്ളിൽ പാപം എന്ന ശക്തി, പാപ പ്രവൃത്തിയല്ല, പാപം എന്ന ശക്തി കടന്നു വന്ന് അവനെ അടിമപ്പെടുത്തി. ഡിവൈൻ ഗവൺമെന്റ് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണം. ഡിവൈൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ദൈവരാജ്യം ശാശ്വതമായി നിലനിൽക്കണമെങ്കിൽ തെറ്റ് ചെയ്തവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. അനുസരിക്കുന്നവന് മാതൃകാപരമായിട്ട് സംരക്ഷണവും ദൈവരാജ്യത്തിന്റെ ശക്തിക്കനുസരിച്ചുള്ള പ്രതിഫലവും സംരക്ഷണവും കൊടുക്കണം. മറ്റുള്ളവർക്ക് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്ന മനോബോധം ദൈവരാജ്യത്തിനകത്ത് കടന്നു വരാതിരിക്കത്തക്ക വേണം തെറ്റ് ചെയ്തവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. ഇത് ഏതൊരു ഗവൺമെന്റ്, ഡിവൈൻ ഗവൺമെന്റ് ആയിരുന്നാലും ഹ്യൂമൻ ഗവൺമെന്റ് ആയാലും ഇതിന്റെ നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ഞാൻ ഈ പറയുന്നത്. ഇതാണ് യേശു ക്രിസ്തു സ്നാനപ്പെടുന്ന സമയത്ത് യോഹന്നാനോട് പറയുന്നത്. ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സർവ്വനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞാൽ താൻ ക്രൂശ് നടത്താൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഡിവൈൻ ഗവൺമെന്റിന്റെ ഡിമാൻഡ്, ലോയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് പാപം ചെയ്തവര് മറ്റുള്ളവർക്ക് മാതൃകാപരമായി ശിക്ഷ നടത്തണം. ഇത് നടത്തിയെടുക്കാതെ ദൈവം എത്ര കരുണാസമ്പന്നനായിരുന്നാലും തെറ്റ് ചെയ്ത മനുഷ്യനോട് ബ്ലൈൻഡ് ആയിട്ട് ക്ഷമിച്ചാൽ പിന്നെ അവൻ പാപം ചെയ്യാണ്. അവന്റെ മനസ്സാക്ഷി, അവന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ലോ അവനെ കുറ്റം വിധിക്കും. യു ആർ നോട്ട് ഡൂയിങ് അക്കോർഡിംഗ് ടു ദ ലോ. പിന്നെ അവൻ സാത്താനേക്കാൾ വലിയ സാത്താനാവും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ദൈവം തന്റെ സ്വേച്ഛാധികാരത്തിൽ ഭരണം നടത്തുന്നവനല്ല. തന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ലോ അനുസരിച്ചാണ് അവൻ ഭരണം നടത്തുന്നത്. അപ്പൊ ആ ലോയ്ക്ക് അതീതമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്താൽ, അതിനെ റിപ്പീൽ ചെയ്താൽ, ലഘൂകരിച്ചാൽ, മാറ്റിയാൽ പിന്നെ അവൻ ദൈവമല്ല. 89 സംഗീതം 34 വാക്യത്തിൽ പറഞ്ഞിട്ട്, ഞാൻ എന്റെ നിയമത്തിന് ഭേദഗതി വരുത്തുകയില്ല. ഇത് ശരിക്കും ഓരോ വിശ്വാസികൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത വിലയെ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് പാട്ടിൽ പാടിയത്. ഹല്ലേലൂയ. അങ്ങനെ അദൃശ്യനായ ദൈവം ദൃശ്യമായ മനുഷ്യരൂപമെടുത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി
ഒരു സിംഗിൾ ക്രോമോസോമായിട്ടാണ് മറിയുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. സിംഗിൾ ക്രോമോസോം. അത്രയും സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഉൾപ്പെടാത്തവൻ ശലോമോൻ പ്രാർത്ഥിക്കുന്നത്, ആലയപ്പണിക്ക് ശേഷം ഞാൻ പണിത ആലയത്തിലേക്ക് വന്ന് വസിക്കുന്നുള്ളൂ. ആ ദൈവമാണ് മറിയുടെ ഉദരത്തില് ഒരു സിംഗിൾ ക്രോമോസോമായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. സാധാരണ മനുഷ്യനെ പോലെ 10 മാസത്തെ പൂർണ്ണ ഗർഭം ധരിച്ചിട്ടാണ് മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. മനുഷ്യനെ പോലെ ശരീരവും പ്രാണനും ആത്മാവുമുള്ളവനായിട്ട്. ഏത് തോട്ടത്തിൽ പാപം ആരംഭിക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, തെറ്റായി പഠിപ്പിക്കുന്ന അനേകരുണ്ട്. പാപം ആരംഭിക്കുന്നത് മനുഷ്യന്റെ പ്രാണനിലാണ്. തോട്ടത്തിന് സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മത്തിന്മയെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളെ നീ മരിക്കുമെന്ന ഒരു അറിവും ആ അറിവിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു വികാരവും ഇമോഷനും ആദാമിനെ ഭരിച്ചിരുന്നു. നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത്? ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വികാരം, ഇമോഷൻ നമ്മൾ ഡെവലപ്പ് ആകുന്നില്ലയോ? ഒരു സന്തോഷ വാർത്ത കേട്ടാൽ നമ്മൾ ചിരിക്കുന്നില്ലയോ, അല്ലെങ്കിൽ സന്തോഷിക്കുന്നില്ലയോ? ഒരു ദുഃഖ വാർത്ത കേട്ടാൽ നാം ദുഃഖിക്കുന്നില്ലയോ? എന്താണ് ആ വികാരം നമ്മൾ ഉത്ഭവിക്കുവാനുള്ള കാരണം അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ട് ന്യൂസ്, വാർത്ത കേൾക്കുമ്പോഴാണ്. അപ്പോൾ ആദാമിൽ ഉണ്ടായിരുന്ന വാർത്ത, തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നാനുള്ള ആപ്പിറ്റൈറ്റ് ദൈവം തന്നെയാണ് കൊടുത്തത്. ആ കൊടുത്തിരുന്ന ആപ്പിറ്റൈറ്റിന് ദൈവഗീതത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ അത് സിന്നായി തീർന്നു. അപ്പോൾ ഒരു വാർത്തയും അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടൊരു ഇമോഷനും ആദാമിനെ ഭരിച്ചിരുന്നു. അവൻ ദൈവഹിത പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു. തന്റെ മുമ്പിൽ കൊണ്ടുവന്ന ജീവജാലങ്ങൾക്ക് അവൻ പേരിട്ടു. അത് അങ്ങനെ തന്നെയായി. ആ സമയത്താണ് ടെംപ്റ്റർ കടന്നു വരുന്നത്. ഇപ്പോൾ നടക്കുന്ന അതേ ഫോർമുല തന്നെയാണ്. സ്തോത്രം. ശരിക്കും മനസ്സിലാക്കുക. ആ തോട്ടത്തിൽ കൊണ്ടാക്കിയപ്പോൾ അവരോട് പറഞ്ഞു, തോട്ടത്തിൽ വേല ചെയ്യുവാനും തൂമ്പെടുത്ത് കളയ്ക്കുവാനല്ല, വേല ചെയ്ത് അവോധ് എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീബ്രു പദം. അതിന്റെ അർത്ഥം ടു സെർവ് ഗാഡ്. അവന് ആവശ്യമുള്ള ഫലങ്ങളൊക്കെ ദൈവം തന്നെ തോട്ടത്തിൽ മുളപ്പിച്ചിരുന്നു. വിത്തുള്ള ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളെ ദൈവം തന്നെ തോട്ടത്തിൽ മുളപ്പിച്ചിരുന്നു. പിന്നെ അവിടെ അന്ന് മുള്ളു പറക്കാരി ശാപത്തിന് ശേഷം വന്നതാ. തൂമ്പെടുത്ത് കളയ്ക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഞാൻ ലളിതമായ ഭാഷ, ഹ്യൂമൻ ലാംഗ്വേജ് സംസാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ടെംപ്റ്റർ കടന്നു വന്ന് വേറൊരു വാർത്ത കൊണ്ടുവരുന്നത്, ഒരു ശരിയായ ഒരു വാർത്തയും ഇരിക്കുന്ന സമയത്ത് അതിനോട് കറസ്പോണ്ടന്റ് ഇമോഷനിൽ ദൈവത്തെ മാത്രം സേവിച്ചുകൊണ്ടിരുന്ന ആദാമിന്റെ ഹവ്വയുടെ അടുത്തേക്ക് വേറൊരു വാർത്ത വരെയാണ്, മരിക്കയില്ല നിശ്ചയം, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾക്കും നന്മ-തിന്മകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവത്തെ പോലെയാകും എന്ന് പറയും. ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് സെൽഫായിട്ട് വാഴാം. ഭാവി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, വിച്ച് ഇസ് ബെറ്റർ? ഡിസിഷൻ എടുക്കുകയാണ് ദൈവത്തെ കൂടാതെ വാഴാം. The moment she took the decision, ദൈവത്തെ അവൾ വിട്ടുപോയി. അപ്പൊ പാപം ആരംഭിക്കുന്നത് എവിടെയാണ്? പ്രാണനിൽ. പ്രാണിലാണ് നമ്മുടെ ഇന്റലക്ട് വസിക്കുന്നത്. ഇന്നും അതേ കാര്യം തന്നെയാണ്. ഞാൻ ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം മുഖാന്തരം നിങ്ങളെ ക്രിസ്തു എന്ന ശരീരത്തോട് അടുപ്പിച്ച് റീകൺസൈൽ, ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിച്ച് നിങ്ങളുടെ സോളിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ വേറെ പല വാർത്തകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അവിടെ എവിടേക്ക് കിട്ടും. അപ്പൊ ഇവർ പറയുന്നത് മാത്രമേ സുവിശേഷമുള്ളൂ, ഇവർ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ, ഇവരൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. കുറെ വാക്യങ്ങളും കൊണ്ട് കോട്ട് ചെയ്താൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങളുടെ സെൽഫിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു ഒരു ഉണർവ് കിട്ടും. അതോടെ ദൈവ തേജസ് വിട്ടുപോകും. ഇതാ ഏതത്തോടെ നടന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ പ്രാണനിലാണ് മനുഷ്യർ പാപം ആരംഭിക്കുന്നത്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു അടുത്ത പ്രാണനിൽ ആരംഭിച്ച ആ മോഹം, അവയുടെ പ്രാണനിൽ ആരംഭിച്ച മോഹം ശരീരത്തിന് കൊടുക്കുന്ന കമാൻഡാണ് വൃക്ഷഫലം പറിക്കുന്നതും തിന്നുന്നതും. ഇപ്പൊ വിശ്വാസിയുടെ വിശ്വാസിയായാലും പ്രാണനാണ് അവന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. കൈയടിച്ച് ആരാധിക്കാനുള്ള കമന്റ് കിട്ടിയാൽ കൈയടിച്ച് ആരാധിക്കും. ചെള്ളയ്ക്ക് അടിക്കാനും കമന്റ് കിട്ടിയ ചെള്ളയ്ക്ക് അടിക്കും. അതാ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നത്, നാവ് ഏറ്റവും വിഷപരമായ അവയവമാണ് ശരീരത്തില്. ഇതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും, ഇതുകൊണ്ട് മനുഷ്യരെ ശപിക്കും. അത്ര അപകടം പിടിച്ച സാധനമാ. ഇതിന് മനുഷ്യർക്കാർക്കും മെരുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ എടുത്തുള്ളൂ. സ്തോത്രം. അതായത് പ്രാണൻ കൊടുക്കുന്ന കമാൻഡാണ് നമ്മുടെ ശരീരത്തിന് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്.
അപ്പൊ ശരീരത്തിൽ പാപം നടന്നു, പ്രാണനില്ലാതെ ആരംഭിക്കുന്നത്. ദൈവ തേജസ് വിട്ടുപോയപ്പോൾ ആത്മാവ് മരിച്ചു. ഇതാണ് ഏദൻ തോട്ടത്തിൽ തുടങ്ങി നടന്നതും നമ്മളിൽ നടന്നതും. അപ്പോൾ യേശു ക്രിസ്തു അതേ മനുഷ്യന്റെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട്, എന്നാൽ പാപം ഇല്ലാത്തവനായിട്ട്, അതിനാണ് സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ അവതരിക്കുന്നത്. മനസ്സിലാക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരിതാണ് നമുക്ക് ശരീരവും പ്രാണനും ലഭിക്കുന്നത്. ആത്മാവിന് ദൈവം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ നല്ല ആത്മാവിനെയാണ് തരുന്നത്. പക്ഷേ ഇത്രമാത്രം ടെംപ്റ്റേഷനുള്ള ലോകത്ത് നാം വസിക്കുമ്പോൾ നാം അതിനോട് വശീകരിക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് വേറൊരു സബ്ജക്റ്റ്. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഉപദേശങ്ങൾ എന്ന് കേരളത്തിൽ മലയാള ഗോളത്തിൽ പ്രസിദ്ധന്മാർ, ഡോക്ടറേറ്റ് ഉള്ളവർ, ആയിരക്കണക്കിന് 10,000-കണക്കിന് മെമ്പർഷിപ്പ് ഉള്ളവർ പറയും. അപ്പൊ ഞാൻ ഇവനെ കൂടെ, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത്? ഔട്ട്. 10,000 പേരുണ്ടോ? അന്ന് ചിന്തിച്ച് നോക്കാം. വേണ്ട. ഗസബരത്തോടത്തും യേശു ക്രിസ്തു ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി മനുഷ്യന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള ശിക്ഷയെ സ്വമേധ ഏറ്റെടുത്ത്, ദൈവഹിതം അനുസരിക്കത്തക്കണം ഏറ്റെടുത്ത്, നാം എല്ലാവരും നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നതിന് പകരം ദൈവം തന്റെ പുത്രൻ അല്പസമയം കൈവിടുന്നത് നല്ലതെന്ന് കണ്ടതാ ദൈവസ്നേഹം. അതാ ക്രൂശിൽ നടന്നത്. അങ്ങനെ ഡിവൈൻ ഗവൺമെന്റിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി. ഡിവൈൻ ഗവൺമെന്റിന് അത് പാപത്തിന് ശിക്ഷ. ക്രൂശിൽ കാണുന്നത് എന്താണ്? പാപം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5:21 നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടത് പാപമാക്കി. പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടത് പാപമാക്കി. ആ പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നിയാണ് ക്രൂശിൽ പ്രദർശിപ്പിക്കുന്നത്. ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവിനെയും മരണദൂതൻ പാതാളത്തിലേക്ക് പിടിച്ചുകൊണ്ടാണ്. ഇതാണ് 18-ാം സംഗീതത്തിന് 1 തുടങ്ങി 5-ാം വാക്യം വരെ പറയുന്നത്. 116-ാം സംഗീതത്തിൽ 3-ാം വാക്യം, 16-ാം സംഗീതത്തിന് 10-ാം വാക്യം. ഇതൊക്കെ നിങ്ങൾ റെഫറൻസ് എടുത്ത് വെച്ച് വായിച്ചു നോക്കിക്കോളൂ. പക്ഷെ ഇത് വലിയ വിദ്വാൻമാർ പറഞ്ഞ അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അവന്റെ പ്രാണൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവൻ രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നിട്ടില്ല. ഒരു പക്ഷേ ഡോക്ടറേറ്റ് ഉണ്ടാവും, 10,000 പേര് സഭയിലുണ്ടാവും, അന്യഭാഷ തകർത്ത് പറയുന്നുണ്ടാവും. പക്ഷെ അവൻ വീട് ഞാൻ പ്രാപിക്കുകയില്ല. ഞാൻ പരസ്യമായിട്ട് ദൈവവചനം അനുസരിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ മിക്കവാറും പേര് കേട്ടുള്ള പ്രസിദ്ധന്മാർ തന്നെയാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. ദാവീദ് വ്യക്തിപരമായ അനുഭവത്തിൽ കൂടിയാണ് പറയുന്നത്. 18-ാം സങ്കീർത്തനം എഴുതി വെച്ചത്. മരണപാശകൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങളെ പ്രേമിച്ചു, പാതാള പാശകൾ തുടർന്ന് പിടിച്ചു, മരണത്തിന്റെ കടികൾ എന്നെ പിടിച്ചു. കാരണം കിടക്കുന്നത് പാപമാണ്. പാപത്തിന് ശിക്ഷ കൊടുക്കുന്ന സ്ഥലമാണ് പാതാളം. അവിടേക്കാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോസ്തലൻ പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയുന്നത്, മരണം അവന് പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. കാരണം അത് അവന് പേഴ്സണൽ സിന്നല്ല. അങ്ങനെ ഡിവൈൻ ഗവൺമെന്റിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരത്തക്ക വേണം പാപം അറിയാത്തവനായ യേശുവിനെ ദൈവം തന്നെ പാപമാക്കി അവന്റെ മേല് പാപത്തിന് കൊടുക്കേണ്ട എൻ്റെ നിന്റെ മേല് വ്യക്തിപരമായിട്ട് എൻ്റെ മേൽ വരേണ്ട ശിക്ഷ എനിക്ക് പകരമായിട്ട് എൻ്റെ സൃഷ്ടിതാവ് തന്നെ മനുഷ്യരൂപത്തെ എന്നെ പോലെ ശരീരം പ്രാണൻ ആത്മാവുള്ളവനായിട്ട് ഞാൻ പോകേണ്ട പാതാളത്തിൽ പോയി എനിക്ക് പരമ ശിക്ഷ അനുഭവിച്ചു. ഇതാണ് ഒരു വിശ്വാസി ഹൃദയത്തിൽ കൈക്കൊള്ളേണ്ട വിഷയം. സുവിശേഷം അവന്റെ ശരീരം ക്രൂശില് ശരീരമായിട്ട് മരിക്കുന്നു, അവന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ ശിക്ഷ അനുഭവിക്കുന്നു. ഇത് വിശ്വസിക്കാത്തോളം നിങ്ങളുടെ പ്രാണൻ റിലീസ് ആകുന്നില്ല. ദൈവത്തോട് റീകൺസൈറ്റ് ചെയ്യുമ്പോൾ സാധ്യമല്ല. ഇത് ചെയ്യിക്കാൻ താല്പര്യമില്ലാത്തവർ, തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമുള്ളവരാണ് ഇതൊന്നും നടന്നിട്ടില്ലെന്ന് പ്രസംഗിക്കുക. അനേകന്മാര് പേരെടുത്ത പ്രാസംഗികര് ഇന്ന് കേരളത്തിൽ പ്രസംഗിക്കുന്നുണ്ട്, മലയാളത്തിൽ പ്രസംഗിക്കുന്നുണ്ട്, തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയും പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ദാവീദ് തന്റെ വ്യക്തിപരമായ ജീവിതം അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം ഈ പാതാളത്തിലെ അനുഭവം എൻ്റെ പ്രാണനെ അനുഭവിച്ചിട്ടാണ് ഞാൻ മരണവുമായിട്ട് പോരാടിയിട്ടുള്ളത്. മറ്റുള്ളവരുടെ മരണത്തെ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 പൗലോസ് പറയുന്നത് പോലെ മറ്റുള്ളവരെ മരണത്തിൽ വിടിവിക്കാൻ വേണ്ടി ആ മരണദൂതനോട് പോരാടണമെങ്കിൽ അവരുടെ മരണം വഹിക്കണം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രസംഗിച്ച്
ആളെ കൂട്ടാനുള്ള എളുപ്പാ. ഒരുവർ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ യേശു ക്രിസ്തു പ്രായശ്ചിത്തമായി തോന്നുന്നു. കറക്റ്റ്. അവരോട് പോരാടുന്ന വിശ്വാസികളോട് അവിടെ അകത്യം മുഖാന്തരം മരണം അവർ എത്തിപ്പിടിക്കുമ്പോൾ അവരെ വിടുവിക്കണമെങ്കിൽ മരണദൂതന്റെ മുമ്പിൽ ഗ്യാപ്പിൽ നിൽക്കണം. ദൈവത്തോട് പറഞ്ഞ കർത്താവേ, അവന്റെ മരണം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്, നീ എന്നെ രക്ഷിക്കുന്നവനാണ്. അങ്ങനെ മരണത്തിന്റെയും ജീവന്റെ ഇടയ്ക്ക് നിൽക്കണം. അതാ പാസ്റ്റർമാര്, അതാ ശുശ്രൂഷകന്മാര്. അപ്പോൾ അറ്റോൺമെന്റിന്റെ ആവശ്യകത. എന്തുകൊണ്ട്? അറ്റോൺമെന്റ് കൂടാതെ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കാൻ സാധ്യമല്ലെന്നൊരു കാര്യം ഇത് എല്ലാ വിശ്വാസികളും എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കണം. നിങ്ങൾ പറയുന്ന സുവിശേഷത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു കാതൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ദൈവകൃപയിൽ നമുക്ക് അടുത്ത ദിവസം പറയാം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നല്ലവണ്ണം പതിയണം. ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ കറക്റ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നാൽ മാത്രമേ ഈ എഫേസ്യ ലേഖനം, കൊളോസ്യ ലേഖനം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. എഫേസ്യ ലേഖനത്തിന്റെ 6th ചാപ്റ്ററിൽ കൺക്ലൂഡ് ചെയ്യുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണമെങ്കിൽ ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് പോരാടണം. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം എനിക്ക് പകരമായിട്ട് എന്റെ പാപത്തിന് ശിക്ഷ അനുഭവിച്ച ക്രിസ്തു പാതാളത്തിൽ ശിക്ഷ അനുഭവിച്ച ഡബിൾ സ്റ്റേ ദർ എന്ന് പറഞ്ഞവൻ അനുസരിച്ച് നോക്കുള്ളൂ. സംസാരിക്കുന്ന നിങ്ങളല്ല, നിങ്ങൾക്ക് പകരമായി വില കൊടുത്ത ക്രിസ്തുവാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എത്രയോ അനുഭവങ്ങൾ നമ്മളിപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നത് അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഓതറൈസേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനാണ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സുവിശേഷം നിങ്ങളോട് പറയുന്നത്. ആളെ കൂട്ടുവാനല്ല. ദിസ് ഈസ് ദ ട്രൂ ഗോസ്പൽ. ഇതാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ദൈവ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ഏവരെയും അവരോട് ഒന്നായി ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ സുവിശേഷം കൈക്കൊള്ളുക. ദൈവം കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നെറ്റുമാ ദൈവ സ്വർഗീയ പിതാവേ, അടിയങ്ങളോട് നീ സംസാരിക്കുന്നവർ, ഈ കേൾക്കുന്ന ജനം കർത്താവേ, തുടർന്ന് യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം നിന്നിൽ കർത്താവേ ദൈവത്തോട് നിരപ്പ് പ്രായപ്പത്തക്കവണ്ണം കർത്താവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ പ്രവൃത്തികൾ ചെയ്തെടുത്താട്ടെ. തിരുനാമത്തെ മഹത്വപ്പെടുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രേക്ഷിതരുടെ ഇന്നത്തെ യാത്ര നീ പരിപാലിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ